ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബർ ആയിട്ടുള്ള ഷാജിദ ഷാജിനെ കുറിച്ചാണ്. ഷാജിദ ഷാജിനെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഇടയ്ക്ക് പുള്ളിക്കാരുടെ ഭർത്താവ് മരിച്ചു പോവുകയും അതിനുശേഷമാണെന്ന് തോന്നുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്നാണ് തോന്നുന്നത്. അതിനുശേഷം 5 പിള്ളേരൊക്കെ ആയിട്ട് യൂട്യൂബ് ചാനലൊക്കെ അത്യാവശ്യം റീച്ചായി വരുന്ന സമയത്തായിരുന്നു പുള്ളിക്കാരിനെക്കാട്ടി പ്രായം കുറഞ്ഞ ഒരു പയ്യനെ കല്യാണം കഴിക്കുകയും അതിൻ്റെ കുറേ ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര വിവാദം എന്ന് പറയാൻ പറ്റത്തില്ല, ഏറെ കയറിയൊരു വ്യക്തിയും കൂടിയാണ് ഷാജിദ ഷാജി. അതിലൂടെ പുള്ളിക്കാരുടെ ചാനൽ ഒരുമാതിരി റീച്ചായെന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ പുതിയ ഒരു കണ്ടന്റുമായിട്ട് ഇറങ്ങിയാണ്. പുള്ളിക്കാരിനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ യൂട്യൂബറായിട്ടുള്ള എല്ലാവരുടെയും മെയിൻ ഒരു കാര്യമാണ് നമ്മുടെ ഫാമിലി ഇഷ്യൂസ് യൂട്യൂബ് ചാനലിലേക്ക് ഇടുക, റീച്ച് കൂട്ടുക എന്നത് മെയിൻ ഒരു കണ്ടന്റായി തന്നെ മാറിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം പച്ചവീട്ടിൽ പ്രശ്നേഷനെ കുറിച്ച് ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് അവനൊക്കെ എന്ത് ഭേദമാണെന്ന് നമുക്ക് പറയാം. ഇവളുടെ അടുത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം തള്ളേനെ തെറി വിളിച്ചുകൊണ്ടുള്ള വീഡിയോസാണ് റീച്ച് ഉണ്ടാക്കാൻ കൂടുതലായിട്ട് ഇടുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ പറഞ്ഞു തീർക്കുക ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എടുത്തിടാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരാൾ ഒരു വീഡിയോ ചെയ്തു, അതിൻ്റെ റിയാക്ഷനായിട്ട് മറ്റൊരാൾ വീഡിയോ ചെയ്തു, ഇത് വീഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് നമ്മളെപ്പോലുള്ളവർ ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ലാസ്റ്റ് മൊത്തത്തിൽ പ്രശ്നമാകത്തേ ഉള്ളൂ. കുടുംബ വഴക്ക് കൂടുകയല്ലാതെ കുറയാനൊന്നും പോകുന്നില്ല കേട്ടോ. ഇപ്പം മൊത്തം ആൾക്കാരുടെ ഒരു കണ്ടന്റ് ഇത് തന്നെ. ഷാജിദ ഷാജിയാണെങ്കിൽ തന്നെ സ്വന്തം വീട്ടിലാണോ അതോ ഉമ്മയുടെ വീട്ടിലായിരുന്ന സമയത്താണെന്ന് അറിയത്തില്ല, ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും കാര്യങ്ങളും എല്ലാം ഒരുമിച്ച് അപ്ലോഡ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ അകത്ത് എന്തോ അവർ തമ്മിലൊരു വഴക്ക് രാത്രി ഉണ്ടാകുന്ന സമയത്ത് ഉമ്മ കടന്ന് തുള്ളുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് വീഡിയോ ഇടുകയുണ്ടായിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരത്തെ വിചാരിച്ച് തന്നെയാണ് 5 മക്കളുമായിട്ട് ജീവിക്കുന്ന പുള്ളിക്കാരത്തിനെ ഈ കാണുന്ന ആൾക്കാരെല്ലാം സപ്പോർട്ട് ചെയ്യും എന്ന് വെച്ചാണ് പുള്ളിക്കാരി ഇത് ചെയ്തത്. പക്ഷേ നേരെ തിരിഞ്ഞെന്ന് തന്നെ പറയാം. കാരണം പുള്ളിക്കാരിനെ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല, ഉമ്മയുടെ ഭാഗത്താണ് എല്ലാവരും നിന്നത്. അത് കഴിഞ്ഞ് മെയിനായിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാശിക്ക് വീഡിയോയിലും കാര്യങ്ങളുമായി ഏറ്റവും ലാസ്റ്റ് ഷാജിദ ഷാജി എന്ന് പറയുന്ന അവൾ പറയുന്ന തെറികൾ നമുക്ക് കേട്ട് നിൽക്കാൻ പറ്റില്ല. അതുപോലെയുള്ള തെറികളാണ് ലൈവിലും അതുപോലെ തന്നെ സ്വന്തം അമ്മയ്ക്കെതിരെ എടിയെന്നൊക്കെ വിളിച്ചുകൊണ്ട് അമ്മേനെ അതുപോലെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള തെറികളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അതിനെതിരെ ഭയങ്കര പ്രശ്നമായി. ഇപ്പോൾ അതിനെതിരെ കേസ് കൊടുത്ത് വന്ന് നിന്ന് അമ്മയും മക്കളും എല്ലാവരും കൂടെ കരഞ്ഞലറുന്ന വീഡിയോസ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യമേ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി യൂട്യൂബിൽ പുളുത്തി നീ ഉണ്ടാക്കി കാണിക്കണ പുളുത്തി ഇതാണ് കാദറിന്റെ മകൻ മുത്തു കള്ളൂടിയൻ. നിന്റെ ജട്ടി വീഡിയോ കാണുന്നുണ്ട് അവിടെ ഇങ്ങനെ യൂട്യൂബില് ജട്ടി കാണിക്കുന്ന വീഡിയോ പൊക്കിയിട്ട് നിന്റെ ജട്ടി വീഡിയോ കാണുന്നുണ്ട് അവിടെ ഇങ്ങനെ യൂട്യൂബില് ജട്ടി കാണിക്കുന്ന വീഡിയോ നാട്ടിൽ വരണം. അതിനുള്ളതാണ് എന്റെ പൊന്നു മക്കളെ ഞാൻ കൊണ്ട് എനിക്കെന്താ ചെയ്യേണ്ടത് നെഞ്ചടിച്ചിട്ട്. ഈ ഒരൊറ്റ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ഷാജിദ ഷാജി എന്ന് പറയുന്ന പുള്ളിക്കാരത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായി. കാരണം അത്രയും പൊതു വഴി വെച്ചിട്ട് സ്വന്തം ഉമ്മേനെ പരസ്യമായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഇത്രയും വൾഗറായിട്ടുള്ള തെറികളെ യൂസ് ചെയ്യുകയും അത് പോട്ടെ, അവർ തമ്മിൽ വഴക്കുണ്ടായി പോട്ടെ, അത് എന്നെ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലിടുക എന്ന് പറയുമ്പോൾ ഇവൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇവൾ ഇത്രയും തെറി സ്വന്തം ഉമ്മേനെ പറയുമ്പോൾ നമ്മളെല്ലാവരും ഇവളെ സപ്പോർട്ട് ചെയ്യുന്നതാണോ ഇവൾ വിചാരിക്കുന്നത്? എന്തൊക്കെ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ അമ്മനെ അത്രയും പരസ്യമായിട്ട് തെറി വിളിക്കുക, അതും സോഷ്യൽ മീഡിയയിൽ വന്ന് നിന്ന് അത്രയും വൾഗറായിട്ടുള്ള തെറികളാണ് ഉമ്മ എന്നല്ല അവൾ പറയുന്നത്, ഉമ്മയുടെ പേര് പറഞ്ഞിട്ട് അത്രയും വൾഗറായിട്ടുള്ള തെറികളും കാര്യങ്ങളുമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഞാൻ നിങ്ങൾക്ക് അത്രയും ഇതായിട്ടുള്ള സ്വന്തം അവിടെ തന്നെ ഒഫീഷ്യൽ പേജിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ കഞ്ചാവ് അടിച്ചിട്ടുണ്ടാവും, MDM അടിച്ചിട്ടുണ്ടാവും, കള്ളു കുടിച്ചിട്ടുണ്ടാവും. എടാ ഞാൻ പലതും അടിച്ചിട്ട് നിനക്ക് എന്താടാ എടി അല്ലേടി ഷെരീഫ പണിക്കായല്ലോടി. നീ എൻ്റെ മോനെ ഷിബിലിനെ മാത്രം നീ പൂത്തി വളർത്തി നീ തിന്നാൻ കൊടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലടി ഷെരീഫ മകളെ. അത് നിന്റെ കയ്യിൽ വെച്ചാൽ മതി ഡി ഷെരീഫ. നീ എൻ്റെ അടുത്ത് ഉണ്ടാക്കണ്ടേ. നീ നിന്റെ 3 മക്കളിനെ പിരിച്ച പോലെ ഞങ്ങൾ 5 ഞാൻ വളർത്തുന്നുണ്ട്. അവരിനെ പിരിക്കാൻ നിന്നെ കൊണ്ടല്ലടി, നിന്റെ തന്തനെ കൊണ്ട് വരെ പറ്റില്ല. നിന്റെ പുത്താണിക്ക പ്രാന്തൻ അവിടെ നടന്നിട്ടുണ്ടായിരുന്നില്ലേ, പ്രാന്തൻ കോലത്തിൽ നിന്റെ ഉമ്മ നിന്റെ തന്ത പുത്താണിക്ക ഇവരൊക്കെ എങ്ങനെയാണ് എൻ്റെ അത്താനെ നീ പ്രാന്തനാണ് എന്ന് പറഞ്ഞ മുദ്ര കുത്തിയ നിന്റെ വാപ്പ എന്താണെന്ന് ഞാൻ തെളിച്ചുതരാം. നിന്റെ വാപ്പ ഏത് ലെവലിലുള്ള പുത്താണിക്ക പറഞ്ഞത് പ്രാന്തനാണോ, പുത്താണിക്ക റോട്ടിൽ കൂടെ വരുമ്പോഴേക്കും മോടുണ്ടോന്ന് ഞാൻ തെളിയിച്ചു തരാടി ഷെരീഫ. നിനക്ക് ഞാൻ തെളിയിച്ച് തരാടി. നീ ഉമ്മയടി, നീ പുല്ല ഉമ്മയടി. നീ ആർക്ക് എവനിക്ക് കയറി ഉണ്ടാക്കിയതാടി നീ ഇതൊക്കെ? എന്നെയൊക്കെ എവനിക്ക് കയറി ഉണ്ടാക്കിയതാടി. എൻ്റെ അത്ത അല്ലാത്ര തന്ത
നീ എൻ്റെ ഉമ്മയല്ല അത്രേ. പിന്നെ നീ ഇതിനൊക്കെ ആർക്ക് കയറി ഉണ്ടാക്കിയതാ? ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ പുള്ളിക്കാരത്തിയുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലായില്ലേ? കാരണം ഒന്നാമതേ പുള്ളിക്കാരി അതിൻ്റെ അകത്ത് ഓരോ സെൻറ്റൻസ് എന്ത് വൾഗറായിട്ടാണ് സംസാരിക്കുന്നത്. സ്വന്തം ഉമ്മ എന്ന് പേരെടുത്ത് പറയുന്നില്ല, ഉമ്മയുടെ പേരെടുത്തിട്ടാണ് നീ എന്താണ് കാണിച്ചത്, നീ എങ്ങനെയാണ് കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തിയെന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ആരാണ് എന്നെ ഉണ്ടാക്കിയ തന്തയുടെ പേരെന്നെ പറ. അങ്ങനെ കുറേയേറെ വൾഗറായിട്ടുള്ള സംസാരം കാര്യം. അതുപോലെ തന്നെ ഉമ്മയുടെ കുറേ തെറി പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ള അടങ്ങിയ വീഡിയോ ഒക്കെ പുള്ളിക്കാരി എടുത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം പറഞ്ഞിട്ടാണ് ഈ ഷാജി സ്വന്തം ഉമ്മേനെ തെറി വിളിക്കാൻ ശ്രമിക്കുന്നതും അവളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതൊക്കെ. പക്ഷേ ഒറ്റ ആൾക്കാർ പോലും അവിടെ പക്ഷം നിന്ന് സംസാരിക്കുന്ന എല്ലാം ഉമ്മയുടെ പക്ഷം നിന്ന്. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും സ്വന്തം അമ്മയെ വെച്ചിട്ട് റീച്ച് കൂട്ടി കാശുണ്ടാക്കാൻ നോക്കുന്നതൊക്കെ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. ഇവരുടെ സ്വഭാവം എന്താ നമുക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം. ഞാൻ ഇത്രയും മാന്യമായിട്ടെങ്കിലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതെന്ന് പറയാം. ഓരോരുത്തരൊക്കെ അതുപോലുള്ള തെറികൾ പറഞ്ഞിട്ടാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അതുപോലും മോശപ്പെട്ടാണ്. അവൾ അതുപോലുള്ള തെറികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കരഞ്ഞ് ഭയങ്കരമായിട്ടുള്ള സീനൊക്കെ ആക്കിയിട്ടുള്ള വീഡിയോയും കൂടെ ഉണ്ട് കേട്ടോ. ആ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്തേക്കാം. നിങ്ങൾ എന്താണ് കാരണം ഏതായാലും ഈ വിഷയത്തിൽ സംസാരിക്കാൻ വന്നതിൻ്റെ കാര്യം, ഒന്നാമത്തെ കാര്യം പുള്ളിക്കാരുടെ ആദ്യ ഭർത്താവ് മരിച്ചത് തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ്. അപ്പോൾ ആ സംഭവത്തിൽ തന്നെ ആൾക്കാരെല്ലാം പുള്ളിക്കാരിനെയാണ് സംശയിക്കുന്നത്. ആൾക്കാരെന്ന് പറഞ്ഞ പോട്ടെ, അതായത് പുള്ളിക്കാരിയുടെ ഭർത്താവിൻ്റെ സ്വന്തം പെങ്ങൾ തന്നെ രംഗത്ത് വന്നിട്ട് മരിക്കാൻ ഇവളാണ് കാരണം, വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്കാണ് വിവാദത്തിലിരിക്കുകയാണ് പുള്ളിക്കാരി വേറൊരു കല്യാണം കഴിക്കുന്നത്. പക്ഷേ ഭർത്താവ് എന്ന് പറയുന്ന അവൻ കൂടെ താമസിക്കാൻ വരികയോ അങ്ങനെയൊന്നുമില്ല, ഗൾഫിലാണ് താമസം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചെയ്ത ഇന്റർവ്യൂവും കാര്യങ്ങളും ഒക്കെയാണ് പുള്ളിക്കാരിനെ ഇത്രയും വൈറലാക്കിയ. ഷാജി എന്ന പേര് കേട്ടാൽ ആൾക്കാർ മനസ്സിലാകാൻ തുടങ്ങിയത് ആ ഇന്റർവ്യൂസിന് പിന്നാലെയാണ്. ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയുടെ വീഡിയോസ് വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കുകയാണ് പുള്ളിക്കാരുടെ മെയിൻ പ്രശ്നം. അത് ഉമ്മേനെ അതുപോലെ തെറികളും കാര്യങ്ങളും വിളിച്ചുകൊണ്ടാണെന്ന് ഓർക്കുക. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കുടുംബ പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിൽ പറഞ്ഞു തീർക്കുക. ഇത് മറ്റ് ഒരാൾ എക്സ്പ്ലനേഷൻ വീഡിയോ ഇടും, അതിൻ്റെ റിയാക്ഷൻ വീഡിയോ എടുത്ത് ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ടാക്കി ഈ കണ്ടന്റൊക്കെ അല്ലേ നീയും വെച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം നിങ്ങൾ ആദ്യം ചിന്തിച്ചു നോക്കണം. ഇവളുമാരൊക്കെ ഇവിടെ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ളവരെല്ലാം ഈ വീഡിയോസ് എടുത്ത് ചെയ്യുന്നത്. അതിൽ പിന്നെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മുടെ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ ഇതുപോലുള്ള പ്ലാറ്റ്ഫോമിൽ വന്നല്ല തീർക്കേണ്ടത്. അത് സ്വന്തം വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അത് പറഞ്ഞു തീർക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ആയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ അത് സ്വന്തം അമ്മേനെ നമ്മളെ കഷ്ടപ്പെട്ട് ഇത്രയും വളർത്തിയാണ്. ആ സ്വന്തം അമ്മേനെ ഇത്രയും വൾഗറായിട്ട് സംസാരിച്ചുകൊണ്ടാണ് അവളുടെ പക്ഷം ആരും നിൽക്കാതിരുന്നത്. എനിക്ക് ഏതായാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഏതായാലും ഷാജി എന്ന വ്യക്തിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പം ഏകദേശമൊക്കെ മനസ്സിലാക്കാം.